നമ്മൾ മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിങ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ് നോക്കി, പിന്നെ ചെയിൻ ട്രാവേഴ്സിങ് നോക്കി, ട്രാൻസിറ്റീവ് ട്രാവേഴ്സിങ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിറ്റീവ് ട്രാവേഴ്സിങ്ങിൽ ഞാൻ പറഞ്ഞു ഫാസ്റ്റ് നീഡിൽ മെത്തേഡും ഉണ്ട്, ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ട്രാവേഴ്സ് ലൈൻസിൻ്റെ എല്ലാം മാഗ്നറ്റിക് ബിയറിങ്സ് ഒരു തിയോഡലൈറ്റ്, അതിലെന്തുണ്ട് കോമ്പസ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു തിയോഡലൈറ്റ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ട്രാവേഴ്സ് ലൈൻസിൻ്റെ എല്ലാം മാഗ്നറ്റിക് ബിയറിങ് എന്താണ് ഒരു തിയോഡലൈറ്റ്, ആ തിയോഡലൈറ്റ് ഒരു കോമ്പസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ബിയറിങ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്ങിൽ നമ്മൾ ഓരോ സ്റ്റേഷനിലും അതിൻ്റെ മാഗ്നറ്റിക് ബെയറിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ ഓരോ സ്റ്റേഷനിലും മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട, പകരം എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനിൽ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ബിയറിങ്സ് ഓഫ് ദ ലൈൻസ് ആർ മെഷേർഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റേഷൻ ഞാൻ ഇപ്പോൾ മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ്, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, നമ്മൾ നോർത്ത് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ നോർത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം മതി, പിന്നെ വീണ്ടും അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് വീണ്ടും നോർത്ത് മാർക്ക് ചെയ്യണ്ട. പകരം എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് സ്റ്റേഷൻ്റെ മാഗ്നറ്റിക് മെറിഡിയനെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ലൈൻസിൻ്റെ എല്ലാം മാഗ്നറ്റിക് ബിയറിങ്സ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലൂസ് നീഡിൽ മെത്തേഡിനേക്കാളും മോർ ആക്യുറേറ്റ്. ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്ങിനെയാണ് നമ്മൾ ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് തന്നെ 3 മെത്തേഡ്സ് ആണുള്ളത്. ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്, ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്, ബാക്ക് ബിയറിംഗ് മെത്തേഡ്, ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ എല്ലാം പ്രൊസീജിയറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, നമ്മൾ ആ ഒരു തിയോഡലൈറ്റിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മുടെ തിയോഡലൈറ്റ് എങ്കിൽ ട്രിപ്പോഡ്, ദെൻ ഇതിൻ്റെ മുകളിലായിട്ട് എന്താ ഒരു ടെലിസ്കോപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ടെലിസ്കോപ്പിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യമേ പഠിച്ച സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ പി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ തിയോഡലൈറ്റിനെ ഈ പി എന്നുള്ള പോയിന്റിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന് ലെവൽ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ തിയോഡലൈറ്റിൽ വെർണിയർ എ, ഏതാണ് വെർണിയർ എയിലാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ബിയറിംഗ് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ ആ വെർണിയർ എയെ 0 റീഡിങ്ങിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, വെർണിയർ എയിൽ ഇപ്പോൾ എന്താണ് കാണിക്കുന്നത്, 0 റീഡിംഗ് ആണ് കാണിക്കുന്നത്. എന്നിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ മാഗ്നറ്റിക് നീഡിലിനൊരു ക്ലാമ്പ് ഉണ്ട് ഈ തിയോഡലൈറ്റിൽ, അതിന് നമ്മൾ ലൂസ് ചെയ്യുക. എന്നിട്ട് യൂസിങ് ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ, എന്നാണ് ലോവർ ക്ലാമ്പും ടാൻജൻറ്റ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് ടെലിസ്കോപ്പിനെ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, സൈറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വയ്ക്കുക. ഓക്കെ, ഞാൻ ടെലിസ്കോപ്പിനെ ഈ ഒരു ഡയറക്ഷനിൽ സൈറ്റ് ചെയ്യിച്ചു. ഓക്കെ, എന്ത് ലൂസ് ചെയ്തിട്ടാണ്, ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂ ലൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോഴും വെർണിയർ എയിൽ ഏതാണ് റീഡിങ് കാണിക്കുന്നത്, 0 ആണ് കാണിക്കുന്നത്. ലോവർ ക്ലാമ്പ് ലൂസൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെലിസ്കോപ്പിനെ ഈ വെർണിയറിൻ്റെ റീഡിങ്ങിൽ ചേഞ്ച് ഇല്ലാണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മാഗ്നറ്റിക് നോർത്തിൻ്റെ ഡയറക്ഷൻ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഈ വെർണിയർ എയുടെ റീഡിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്താൽ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തു. എന്നിട്ട് ഇതാണ് എൻ്റെ പോയിന്റ് ക്യൂ. ഓക്കെ, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട്, സോ നമ്മളിവിടെ എന്ത് ചെയ്തു, മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ഇതാണ് എൻ്റെ മാഗ്നറ്റിക് നോർത്തിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പി ക്യൂ എന്നുള്ള ഡയറക്ഷനിലേക്ക്, ഓക്കെ, എന്താണ് ലൂസ് ദ അപ്പർ ക്ലാമ്പ് ആൻഡ് റൊട്ടേറ്റ് ദ ടെലിസ്കോപ്പ് ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ ടെലിസ്കോപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ, അതിനെന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് പി ക്യൂ എന്നുള്ള ഡയറക്ഷനിലേക്ക് സൈറ്റ് ചെയ്യുക. ഓക്കെ, ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യണം, സൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടത്തെ ഈ ഒരു ആംഗിൾ കിട്ടി. ഓക്കെ, ആ ആംഗിൾ ഞാൻ ആൽഫ എന്ന് എടുക്കുവാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ കിട്ടി പി ക്യൂ എന്നുള്ള, അതായത് ആദ്യം 0-ലായിരുന്നു, ഇപ്പം അതെന്ത് ആംഗിളാണ് കാണിക്കുന്നത്, ആൽഫ എന്ന ആംഗിൾ, അതായത് പി ക്യൂവിൻ്റെ 4 ബെയറിംഗ് ആണ് നമുക്ക് കിട്ടിയത്.
ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വെർനിയർ എ റീഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ബാൻഡ് ബിയറിംഗ് ഓഫ് ലൈൻ PQ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോകും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പർ ക്ലാമ്പും ലോവർ ക്ലാമ്പും എല്ലാം ബോത്ത് ക്ലാമ്പ്സും എന്ത് ചെയ്യണം, ടൈറ്റൻ ചെയ്യുക. ഓക്കെ, ക്ലാമ്പ് ചെയ്യുക. എന്നിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ Q എന്നുള്ള പോയിന്റിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും വെർനിയർ എയിലെ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, ആൽഫയാണ്. അതായത് PQവിൻ്റെ 4 ബെയറിംഗ് ആണ് നമുക്ക് കിട്ടിയത് ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. ഓക്കെ, എന്ത് ലൂസ് ചെയ്യണം, ലോവർ ക്ലാമ്പ്. ഓക്കെ, വെർനിയർ എയിൽ ഇപ്പം കാണിക്കുന്നത് ആൽഫ ആംഗിളാണ്, ഇതെന്ന് പറഞ്ഞാൽ Q എന്നുള്ള പോയിന്റ്. ഇനി എന്താണ്, ലോവർ ക്ലാമ്പിൽ യൂസ് ചെയ്യണം. ലോവർ ക്ലാമ്പിൽ യൂസ് ചെയ്യുമ്പോൾ വെർനിയർ എയിൽ ചേഞ്ച് ഉണ്ടോ, ഇല്ല. വെർനിയർ എ ചേഞ്ച് ആവണമെങ്കിൽ അപ്പർ ക്ലാമ്പിൽ യൂസ് ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ലോവർ ക്ലാമ്പിൽ യൂസ് ചെയ്തു. എന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെലിസ്കോപ്പിനെ ഈ ഒരു PQ എന്നുള്ള ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് Pയിലേക്ക് സൈറ്റ് ചെയ്യുന്നു, ബാക്ക് സൈറ്റ് എടുക്കുന്നു. എന്തിനാണ്, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഓറിയൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോഴും നമ്മളെ വെർനിയർ എയിലെ റീഡിങ് എന്ത് തന്നെയാണ്, ആൽഫ, അതായത് 4 ബിയറിംഗ് ഓഫ് PQ ആണ്. ഇനി അപ്പോൾ ഈ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ്, ഈ PQ എന്നുള്ള ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഈ PQവിനെ ട്രാൻസിറ്റ് ചെയ്യണം. ഈ ടെലിസ്കോപ്പിനെ ഞാൻ ട്രാൻസിറ്റ് ചെയ്യുന്നു. അന്നേരം അതെന്താവും, ട്രാൻസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ, ബട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് PQ ആയിരിക്കും ഈ ടെലിസ്കോപ്പ് ഇപ്പോൾ സൈറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം വെർനിയർ എയിലെ റീഡിങ് എത്രയാണ്, ആൽഫയാണ്. അത് നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നോർത്ത് ഉണ്ടല്ലേ, അപ്പോൾ ഇപ്പോൾ ടെലിസ്കോപ്പ് ഇരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലേ, ഈ ഒരു ഡയറക്ഷനിലാണ് ടെലിസ്കോപ്പ് ഇരിക്കുന്നത്. വെർനിയർ എയിലെ റീഡിംഗ് ആണ് കാണിക്കുന്നത്. അതിനർത്ഥം എന്താണ്, ഈ ഒരു റീഡിങ് ആൽഫ എന്നുള്ള വാല്യൂ ആണ് അതിൽ കാണിക്കുന്നത് ആണല്ലോ. വെർനിയർ എയുടെ റീഡിങ് എത്രയായിരുന്നു, ആൽഫയായിരുന്നു. ആ ആൽഫ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ടെലിസ്കോപ്പ് നമ്മൾ ട്രാൻസിറ്റ് ചെയ്തേ ഉള്ളൂ, അതായത് 180 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. അപ്പോൾ വെർനിയർ എയിലെ റീഡിങ് ചേഞ്ച് ആവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതാണ് എൻ്റെ R എന്നുള്ള പോയിന്റ്, Rലേക്ക് സൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓൾറെഡി ആൽഫ എന്നുള്ള റീഡിങ്ങിലാണ് ഇരിക്കുന്നത്, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് Rലേക്ക് ഞാൻ സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ആംഗിൾ കിട്ടി. സോ ഇപ്പം നമ്മുടെ വെർനിയർ എയിൽ കാണിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ഈ ആൽഫ പ്ലസ് ഇപ്പം കിട്ടിയ ഈ ഒരു റീഡിങ് അല്ലേ, അതിനെ ഞാൻ ബീറ്റ എന്ന് എടുക്കുന്നു. ഈ ഒരു ടോട്ടൽ ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് എടുക്കുന്നു. സോ QR എന്നുള്ള ലൈനിൻ്റെ 4 ബിയറിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, QRൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടി വെർനിയർ എയിൽ നിന്ന്. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് നമ്മൾ അടുത്ത സ്റ്റേഷനിലും വരിക, ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും എന്ത് ചെയ്യണം, ട്രാൻസിറ്റ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ അപ്പർ ക്ലാമ്പും ലോവർ ക്ലാമ്പും ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം Rൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാനായിട്ട്. ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, Qയിലേക്ക് ഒരു ബാക്ക് സൈറ്റ് എടുക്കുക, ലോവർ ക്ലാമ്പ് ലൂസൺ ചെയ്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്ന വെർനിയർ എയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബീറ്റ റീഡിംഗ് ആണ്. പിന്നെ പറയുന്നത് എന്താണ്, മേ ബി ഈ ഒരു S എന്നുള്ള ഈ സ്റ്റേഷനിലേക്കാണ് സ്ട്രൈറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അപ്പർ ക്ലാമ്പ് ലൂസൺ ചെയ്തിട്ട് വീണ്ടും ക്ലോക്ക് വൈസ് എസ്സിലേക്ക് സൈറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇത്രയും റീഡിംഗ് ആണ്. ഇത്രയും എന്ന് പറയുന്നത് എന്താണ്, RSൻ്റെ 4 ബിയറിംഗ് ആണ്. സോ നമ്മൾ അതിനെ ഗാമ എന്ന് വല്ലതും ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിങ്. ഇവിടെ വിത്ത് ട്രാൻസിറ്റിംഗ് എന്ന് പറയാൻ കാരണം നമ്മൾ ഓരോ സ്റ്റേഷനിലും പോയിട്ട് എന്ത് ചെയ്യും, ടെലിസ്കോപ്പ് 180 ഡിഗ്രി ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടെ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനിൽ നോർമലാണ്, മറ്റേ സ്റ്റേഷനിൽ ഇൻവേർട്ടഡ് ആണ് അല്ലേ. ദിസ് മെത്തേഡ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്, അതായത് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് Pയിൽ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, ഓറിയൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത് മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പോലെ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ വെർനിയറിൻ്റെ റീഡിങ് ഇവിടെ എത്രയാണ്, ഇവിടെ നോക്കുമ്പോൾ വെർനിയർ ചെയ്യുന്നതുകൊണ്ട് 0 ആയിരുന്നു ഇനിഷ്യലി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ Q എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു.
അപ്പർ ക്ലാമ്പിൽ യൂസ് ചെയ്തിട്ടാണ് സൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന എന്തായിരിക്കും? മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് പി ക്യൂ കിട്ടും, അതായത് ആൽഫ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പ്ലേറ്റ്സും ക്ലാമ്പ് ചെയ്തിട്ട് ക്യൂ എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രുമെന്റ് മൂവ് ചെയ്യുന്നു, അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? പിയിലേക്ക് ഒരു ബാക്ക് സൈറ്റ് എടുക്കുക ഇവിടെ. അപ്പോൾ പിയിലേക്ക് ബാക്ക് സൈറ്റ് എടുക്കുമ്പോൾ ഇൻസ്ട്രുമെന്റ് ഓറിയന്റ് ആയി, അതായത് നോർത്ത് ഡയറക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി ആണല്ലോ. ഇനി വിത്ത് ദ റീഡിംഗ് ഓൺ വെർണിയർ എ വിച്ച് വുഡ് ബി സെയിം ആസ് ബിഫോർ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വെർണിയറിലെ റീഡിംഗ് എത്രയാണ്? വെർണിയർ ആൽഫ എന്നുള്ള റീഡിംഗ് തന്നെയാണ് വെർണിയറിൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടെലിസ്കോപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ ബാക്ക് സൈറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ പീക്കിൽ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് ടെലിസ്കോപ്പ് ഇരിക്കുന്നത്. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ട്രാൻസിറ്റ് ചെയ്യുന്നില്ല, പകരം ഈ ടെലിസ്കോപ്പിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് QR എന്നുള്ള പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി വെർണിയറിൽ ഇരിക്കുന്ന റീഡിങ് ഏതാണ്? ഇതാ ഇങ്ങനെ ആൽഫ എന്നുള്ള റീഡിംഗ് ആണ് ഇരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒരു റീഡിംഗ് ആണ് അല്ലേ ആൽഫ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത 6 എന്നുള്ള പോയിന്റിലേക്ക് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ടെലിസ്കോപ്പ് ഈ ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്, അതിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന റീഡിംഗ് ഇതാ ഇത്രയും റീഡിങ് കിട്ടും നമുക്കതിൽ ആണല്ലോ. ഇത്രയും കിട്ടിയപ്പോൾ ദേ നമുക്ക് വേണ്ട QR വാല്യൂ എത്രയാണ്? QR എന്നുള്ളത് ഇത്രയും ആംഗിളാണ് അല്ലേ, QR ബിയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 180 ഡിഗ്രി, നമുക്ക് ഇവിടെ എന്താണോ കിട്ടുന്നത് അതിൽ നിന്നും 180 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. ഓക്കെ, അതെങ്ങനെ കിട്ടി? ദാ ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഇരിക്കുന്നത്. ഇത്ര എന്താണ്? 180 ഡിഗ്രിയാണ് ആണല്ലോ. ദെൻ ഈ ഒരു ആംഗിൾ നമുക്കറിയാം ആൽഫ, അത് ഓൾറെഡി ആ വെർണിയറിൽ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ആംഗിൾ കൂടെ മൈനസ് ചെയ്യേണ്ടി വരുന്നത്. സോ ഇത്രയും 180 ഡിഗ്രി മൈനസ് ചെയ്താൽ ഇത്രയും വാല്യൂ അല്ലേ നമുക്ക് കിട്ടുന്നത്. അതാണല്ലോ നമ്മുടെ QR മെറിഡിയൻ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കുറച്ച് കൺഫ്യൂഷൻ വരും ആദ്യമൊക്കെ. അപ്പോൾ നമ്മൾ ക്യൂവിൽ കൊണ്ടുവന്ന് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ക്യൂവിൽ കൊണ്ടുവന്ന് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെർണിയറിലെ റീഡിംഗ് എന്താണ്? ആൽഫയാണെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഈ ഒരു ആംഗിളാണ് നമ്മുടെ ആൽഫ. ഓക്കെ, ഇതാണ് നമ്മുടെ R എന്നുള്ള പോയിന്റ്. അപ്പോൾ ആൽഫ എന്നുള്ള വാല്യൂ ആണ് വെർണിയറിൽ ഇരിക്കുന്നത്. നമ്മൾ ബാക്ക് സൈറ്റ് എടുത്തു. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുന്നു. ക്ലോക്ക് വൈസ് മെഷർ ചെയ്തു. അപ്പോൾ ഇത്രയും ആംഗിൾ കിട്ടി. അതിൽ നിന്നും 180, ഇവിടെ എത്രയാണോ കിട്ടുന്നത്, ഇപ്പോൾ ബീറ്റയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ ആ ബീറ്റ മൈനസ് 180 ഡിഗ്രി അല്ലെങ്കിൽ ബീറ്റ പ്ലസ് 180 ഡിഗ്രി ചെയ്യുമ്പോൾ അങ്ങനല്ല, 180 ഡിഗ്രി ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആംഗിൾ കിട്ടും. അതാണ് QR മാഗ്നറ്റിക് ബിയറിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഡ് 180 ഡിഗ്രി. ഓക്കെ, ഈ ബീറ്റയുടെ കൂടെ 180 ഡിഗ്രി ആഡ് ചെയ്യണം. വെൻ ദ വെർണിയർ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, അതായത് നമുക്ക് കിട്ടിയ ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യണം? ബീറ്റയുടെ കൂടെ 180 ഡിഗ്രി ആഡ് ചെയ്യുക. ഇനി ബീറ്റ മൈനസ് 180 ഡിഗ്രി എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ, അതായത് ബീറ്റ എന്ന് പറയുന്നത് മോർ ദാൻ 180 ഡിഗ്രി. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? QR വാല്യൂ കിട്ടും. ഇനി അടുത്ത എന്താണ്? നമ്മൾ R കൊണ്ടുവന്ന് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുവാണ്. R അപ്പർ ക്ലാമ്പും ലോവർ ക്ലാമ്പും എല്ലാം ടൈറ്റ് ചെയ്തിട്ട് R കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു. ഇപ്പം അതിലിരിക്കുന്ന റീഡിങ് ഏതാണ്? നമ്മുടെ ഇത്രയും റീഡിങ് ആയിരിക്കും നമുക്ക് അതിലിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യൂവിലേക്ക് ബാക്ക് സൈറ്റ് എടുക്കുക. ഓക്കെ, ക്യൂവിലേക്ക് ബാക്ക് സൈറ്റ്. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആൻഡ് ബാക്ക് സൈറ്റ് ഓൺ ക്യൂ. ഓറിയൻറ്റേഷൻ അറ്റ് R വിൽ ബി ഔട്ട് ഓഫ് 180 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് അറ്റ് ക്യൂ. ഓക്കെ, ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് R ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ക്യൂ. പക്ഷേ ഈ ഒരു P എന്നുള്ള പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ എത്ര ഔട്ട് ഓഫ് ആണ്? 360 ഡിഗ്രി, അതായത് 0 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണ്ട? കറക്ഷൻ കൊടുക്കണ്ട. ഓക്കെ, ദസ് ആഫ്റ്റർ ടേക്കിംഗ് എ ഫോർസൈറ്റ് ഓൺ നെക്സ്റ്റ് സ്റ്റേഷൻ വെർണിയർ റീഡിംഗ് ഡയറക്ട്ലി ഗീവ് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 180 ഡിഗ്രി മൈനസ് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു P എന്ത് ചെയ്യുന്നില്ല? ഇവിടെ എന്താണ്? ഔട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ബൈ 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണോ വെർണിയറിൻ്റെ റീഡിംഗ് അടുത്ത ആ S എന്നുള്ള പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് തന്നെയാണ് അതിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേഷനിൽ കറക്ഷൻ ഒന്നും വന്നില്ല, സെക്കൻഡ് സ്റ്റേഷനിൽ കറക്ഷൻ വന്നു.
അത് 180 ഡിഗ്രി കറക്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വന്നു. തേർഡ് സ്റ്റേഷനിൽ കറക്ഷൻ വന്നില്ല. എന്നാൽ അടുത്ത സ്റ്റേഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ എം എന്നുള്ള പോയിന്റിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യണം, കറക്ഷൻ കൊടുക്കണം ഫോർത്ത് സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി, ദ ആപ്ലിക്കേഷൻ ഓഫ് 180 ഡിഗ്രി കറക്ഷൻ ഈസ് ദെയർഫോർ നെസസറി ഓൺലി അറ്റ് സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത്, എയ്ത്ത് സ്റ്റേഷൻസ് ഓക്കുപ്പൈഡ് അല്ലേ. അത് ഈവൻ സ്റ്റേഷൻസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 180 ഡിഗ്രി കറക്ഷൻസ് നമ്മൾ കൊടുത്താൽ മതി, അല്ലാത്തടത്ത് കറക്ഷൻ കൊടുക്കണ്ട. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്. ഇനി ഒരു മെത്തേഡും കൂടെ ഉള്ള ബാക്ക് ബിയറിംഗ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരുന്നതാണ് ട്രാൻസിറ്റ് ഓഫ് ട്രാവേഴ്സിംഗ് ആയിരുന്നു. അതിൽ ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡും ഉണ്ട്, ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ് ഉണ്ട്. ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിനകത്താണ് നമ്മൾ 3 പഠിച്ചത്. ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ്, ഡയറക്റ്റ് മെത്തേഡ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ്, അടുത്ത ലാസ്റ്റ് വരുന്ന ബാക്ക് ബിയറിംഗ് മെത്തേഡാണ്. ബാക്ക് ബിയറിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നു, പി എന്നുള്ള പോയിന്റിൽ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. മെഷർ ദ മാഗ്നറ്റി ബിയറിംഗ് ഓഫ് പി ക്യൂ. ഓക്കെ, ക്യൂ എന്നുള്ള പോയിന്റിൽ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റി ബിയറിംഗ് ആൽഫ നമ്മൾ കണ്ടുപിടിച്ചു. ബിഫോർ ടേക്കിംഗ് ബാക്ക് സൈറ്റ് ഓൺ പി, ഓക്കെ, ഷിഫ്റ്റ് ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് സെറ്റ് ടു ക്യൂ. അടുത്ത് എന്ത് ചെയ്യണം, ഈ ക്യൂ എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്ന് വെച്ചു. ഇനി എന്താണ്, ഇവിടെ പിയിലേക്ക് ബാക്ക് സൈറ്റ് എടുക്കുന്നതിന് മുന്നേ എയുടെ റീഡിംഗ് എന്ന് പറയുന്നത് സെറ്റ് വെർനിയർ എ ടു റീഡ് ബാക്ക് ബിയറിംഗ് ഓഫ് പി ക്യൂ ആൻഡ് ഫിക്സ് ദ അപ്പർ ക്ലാം. അതായത് പി ക്യൂവിൻ്റെ ബാക്ക് ബിയറിംഗ് എടുക്കാൻ വേണ്ടി അതിനെ ഫിക്സ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. വെർനിയർ എ എന്ന് പറയുന്നത് എന്താണ്, 0 ആക്കി കൊടുക്കണം. ഇവിടെ ഇനിഷ്യലി വെർനിയർ എ 0 ആയിരുന്നു. പി ക്യൂവിലേക്ക് സൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആൽഫ മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടി. അടുത്ത ക്യൂവിൽ വന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ബിയറിംഗ് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, വെർനിയർ എ എന്ന് പറയുന്നത് 0യിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, യൂസിങ് ലോവർ ക്ലാമ്പ് ആൻഡ് ടാൻജന്റ് സ്ക്രൂ ടാക്ക് എ ബാക്ക് സൈറ്റ് ഓൺ പി. ഓക്കെ അല്ല, നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ബാക്ക് സൈറ്റ് എടുത്തു, പിയിലേക്ക് ബാക്ക് സൈറ്റ് എടുത്തു. സോ ഇപ്പോൾ എന്താണ്, ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓറിയന്റ് ചെയ്തിട്ടുണ്ട്. സിൻസ് ദ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഈസ് അലോങ് ക്യൂ പി ആണല്ലോ. വിത്ത് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ടേക്കിംഗ് ബാക്ക് ബിയറിംഗ് ഓഫ്, ഇൻസ്ട്രുമെന്റ് ഈസ് റീഡിങ് ബാക്ക് ബിയറിംഗ് ഓഫ് ക്യൂ പി അല്ലേ. ഇവിടെ ഇപ്പോൾ വെർനിയർ എ എന്ന് പറയുന്നത് 0 ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെലിസ്കോപ്പിന് നമ്മൾ എന്ത് ചെയ്തത്, ബാക്ക് സൈഡ് എടുത്തത് പിയിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ ഇതെന്ന് എന്താണ്, ബാക്ക് ബിയറിംഗ് ഓഫ് പി ക്യൂ ആണല്ലോ. ഇനി നമ്മൾ എന്താണ്, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. റൊട്ടേറ്റ് ദ ഇൻസ്ട്രുമെന്റ് ക്ലോക്ക് വൈസ് ടു ടേക്ക് ഫോർസൈറ്റ് ഓൺ ആർ. ഓക്കെ, ക്ലോക്ക് വൈസ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. സോ ആറിലേക്ക് ഞാൻ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടിയത് മീൻസ് എന്തുവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ദ റീഡിംഗ് ഓൺ എ എന്ന് പറയുന്നത് നൗ ഡയറക്ട്ലി ഗീവ്സ് ദ ബിയറിംഗ് ഓഫ് ക്യൂ ആർ. അതായത് ഒന്നുകൂടെ പറയാം, ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ആദ്യം നമ്മൾ പിയിൽ സെറ്റ് ചെയ്തു, നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു, നമുക്ക് ആൽഫ എന്നുള്ള ആംഗിൾ കിട്ടി. അടുത്ത് ഇവിടെ ക്യൂവിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം എന്താണ്, വെർനിയർ എ എന്ന് പറയുന്നത് ആൽഫയാണ് കാണിച്ചുകൊണ്ടിരുന്നത്, അതിനെ 0യിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, 0യിലേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് ക്ലോക്ക് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പിയിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ക് ബിയറിംഗ് ഓഫ് പി ക്യൂ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത നമ്മളെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ 6ലേക്ക് സൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ, ഇവിടെ നിന്നും ഇങ്ങനെ ക്ലോക്ക് വൈസ് തന്നെ QR എന്നുള്ള ലൈനിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, QR-ന്റെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. അതെങ്ങനെ കിട്ടി, ഇവിടെ നിന്ന് ഇത്ര ആയപ്പോൾ തന്നെ, മീൻസ് ഇവിടെ നിന്ന് ഇത്രയും നമ്മൾ ആദ്യം എടുത്തു, പിന്നെ ഇത്രയും കൂടി ആയപ്പോൾ തന്നെ 360 ആയി, പിന്നെ വീണ്ടും ഒന്നേന്നല്ലേ മെഷർ ചെയ്യുന്നത്. സോ ഇത്രയെന്ന് പറയുന്ന റീഡിംഗ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത് ഫൈനൽ, ഈ ഒരു പോർഷൻ്റെ റീഡിംഗ് മാത്രം. അതെന്ന് പറയുന്നത് QR-ന്റെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. സോ നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ അടുത്ത സ്റ്റേഷനിലും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു. ബാക്കി ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ്, ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ തന്നെ ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം.